ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംട ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ഒരു 3 അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു 3 അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ഓൾസോ ഫ്രം മെറ്റ എന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് നിന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെറ്റിംഗ് എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴോട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഓൾസോ ഫ്രം മെറ്റ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഓപ്പൺ ഇൻസ്റ്റഗ്രാം, ഓപ്പൺ ഫേസ്ബുക്ക് എന്നീ 2 ഓപ്ഷനുകൾ കാണാം. ഇപ്പം മെറ്റയുടെ അണ്ടറിലാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം. അപ്പം വാട്സപ്പ് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലോട്ട് പോകാനും ഫേസ്ബുക്കിലോട്ട് പോകാനും എല്ലാം ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പം വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ട് ഫേസ്ബുക്കിലൊക്കെ പോകാൻ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ഇൻസ്റ്റാഗ്രാം എന്നത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഫേസ്ബുക്കിലോട്ട് പോകാൻ ഇവിടെ കാണുന്ന ആ ഓപ്പൺ ഫേസ്ബുക്ക് എന്നത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഫേസ്ബുക്കിലോട്ട് പോകുന്നതായിരിക്കും. ഞാനിവിടെ ഫേസ്ബുക്ക് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫേസ്ബുക്കിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനത് ചെയ്യാത്തതുകൊണ്ട് അത് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് നമുക്ക് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ ലഭ്യമാണ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഒരുമിച്ച് ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിലോട്ട് ഫേസ്ബുക്കിലോട്ടും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിന് സാധിക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് ഫേസ്ബുക്കിലോട്ടും ഒക്കെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വാട്സപ്പിൽ വന്ന 2ാമത്തെ അപ്ഡേറ്റ് ആണ് മീഡിയ റിയാക്ഷൻ എന്നത്. അതായത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ചു തരുന്ന മീഡിയസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മീഡിയയ്ക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ റിയാക്ഷൻസ് കൊടുക്കാനോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് അതിന് സാധിക്കുന്നതാണ്. അപ്പം ഏതെങ്കിലും ഒരു മീഡിയ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് അയച്ചു തന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു മീഡിയ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിപ്ലൈ എന്നൊരു ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മീഡിയയ്ക്ക് എന്ത് റിപ്ലൈ ആണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് അയച്ച ആ ഒരു മീഡിയയ്ക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് കൊടുക്കണമെങ്കിൽ അതിനും സാധിക്കുന്നതാണ്. ഇതാ ഇവിടെ നോക്കാമെങ്കിൽ നമുക്ക് റിയാക്ഷൻ ചെയ്യാനുള്ള ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ കാണുന്ന ഏതെങ്കിലും ഒരു ഇമോജി ചൂസ് ചെയ്ത് ആ ഒരു മീഡിയയ്ക്കുള്ള റിയാക്ഷൻ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതാണ്ട് ആ ഒരു റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇനി മുതൽ റിയാക്ഷൻസും റിപ്ലൈ എല്ലാം മീഡിയയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഏതെങ്കിലും വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ റിയാക്ഷൻ കൊടുക്കണമെങ്കിൽ അതിന് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ റിപ്ലൈ അതുപോലെ റിയാക്ഷൻ ചെയ്യാനുള്ള ആ ഒരു ഇമോജി ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് റിയാക്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അതുപോലെ റിപ്ലൈ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയൊരു അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഇനി വാട്സപ്പിൽ വന്ന 3ാമത്തെ അപ്ഡേറ്റ് എന്തെന്ന് നോക്കാം. വാട്സപ്പിൽ വന്ന 3ാമത്തെ അപ്ഡേറ്റ് ആണ് സ്റ്റിക്കർ കാറ്റഗറി എന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് സ്റ്റിക്കറുകളും ഇമോജീസും ഒക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇമോജീസ് എന്തെങ്കിലും അയച്ചു കൊടുക്കാൻ വേണ്ടി ഇമോജി ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെയായിട്ട് അത് കാറ്റഗറി ബേസിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട റിയാക്ഷൻ ഏതോ അല്ലെങ്കിൽ ആ ഒരു ഇമോജി ഏതോ അതിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ഐക്കൺ കൊടുത്ത് നമുക്കത് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നാൽ ഇനി മുതൽ നമുക്ക് ഏതെങ്കിലും ഒരു റിയാക്ഷൻസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് കുറച്ച് കാറ്റഗറീസ് വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലോട്ട് പോകുന്നതായിരിക്കും. ഫസ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ആനിമൽസ് ആൻഡ് നേച്ചർ എന്നതാണ്. അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്നതാണ് വരുന്നത്. അപ്പോൾ ആ ഫുഡ് ആൻഡ് ഡ്രിങ്കിലൊക്കെയുള്ള ഒരുപാട് ഇമോജീസ് ഇവിടെ ഉണ്ട്. അടുത്തത് ആക്ടിവിറ്റീസ്, അടുത്തത് ട്രാവൽ ആൻഡ് പ്ലേസസ്, അടുത്തത് ഒബ്ജക്റ്റ്, അടുത്തത് സിമ്പിൾസ്, അടുത്തത് ഫ്ലാഗ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക്
കാറ്റഗറി ബേസിൽ നമുക്ക് ഇനി മുതൽ സ്റ്റിക്കറുകൾ അല്ലെങ്കിൽ ഇമോജീസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്റ്റിക്കർ എന്നതിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെയും കുറച്ച് കാറ്റഗറീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റിക്കറുകൾ ഇവിടെ ഫേവറേറ്റ് എന്ന ആ ഒരു കാറ്റഗറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അടുത്ത നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റിക്കർ പാക്കാണിത്. പിന്നെ കൂടാതെ കുറേയധികം സ്റ്റിക്കർ പാക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കാണാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഏതെങ്കിലും ഒരു സ്റ്റിക്കർ പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു സ്റ്റിക്കറുകൾ വന്നിട്ടുണ്ട്. പോരാത്തതിന് ഈ ഒരു സ്റ്റിക്കറിൻ്റെ കൂടുതലായിട്ടുള്ള സ്റ്റിക്കറുകൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കുറേ സ്റ്റിക്കറുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സ്റ്റിക്കറിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിക്കർ പാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈസി ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് വാട്സപ്പ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാറ്റഗറിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ താഴെ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള സ്റ്റിക്കറുകളും അതുപോലെ ഇമോജീസും എല്ലാം പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റും വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ 3 അപ്ഡേറ്റുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.